അപ്പം ഞാനും നമ്മുടെ മൂപ്പനും ഉണ്ടെന്ന്. അപ്പം ഞങ്ങളിന്ന് 24,000 പോവുക. ഇന്നലെ നമ്മൾ തോട്ടപ്പള്ളി റൂട്ടായിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ കായലിലേക്ക് പോവുക. നമ്മളിനിപ്പം നമ്മൾ കന്നിട്ടയുള്ളു, കന്നിട്ട. ആലപ്പുഴ തോട് കേട്ടോ, ആലപ്പുഴ തോട്. അതായത് പുന്നമട വള്ളംകളി നടക്കുന്ന കായലാണ് നമ്മൾ ആ നേരെ കാണുന്നത്. കൊയ്ത്ത അവിടെ നെല്ല് കയറ്റുക. വേമ്പനാട്ട് കായലിലേക്ക് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇവരെല്ലാം നമ്മളെ സൗകര്യങ്ങളാണ്. കക്കാവാരി വെച്ചും പോകും. കായൽ തുടങ്ങുന്ന ഇതിന് നമ്മൾ ആറ്റുമുഖം എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പം ആറ്റുമുഖമായി നമ്മൾ. ഈ കാണുന്നത് സി ബ്ലോക്ക് കായലാണ്. ഈ സി ബ്ലോക്ക് കായലിൻ്റെ തൊട്ടപ്പുറത്ത് 6 വഴിയാണ് നമ്മൾ നേരെ കിഴക്കോട്ട് പോകുന്നത്. അതിൻ്റെ അപ്പുറം കിടക്കുന്ന മാർത്താണ്ഡ, അതിൻ്റെ അപ്പുറം കിടക്കുന്നതാണ് റാണിക്കായൽ. നമ്മളിൽ അങ്ങൊരു വിളക്കുമരം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റില്ല. ഈ വള്ളം വരുന്നതിൻ്റെ നേരെ ഒരു വിളക്കുമരം നിൽപ്പുണ്ട്. ആ 6 വഴി നമുക്ക് നേരെ കിഴക്കോട്ട് പോകേണ്ടത്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കയറി ഈ ആറ്റുമുഖത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ റോട്ടേ ഉള്ളൂ നമുക്ക് പാതിരാമണലിൽ ആ ട്രെജർ കിടക്കുന്നുണ്ട്. ആ മണ്ണ് വാരുന്ന ആ മിഷൻ കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറം പാതിരാമണൽ. മങ്ങി കാണാൻ പറ്റില്ല. അവിടെ കുറേ വെള്ളം കിടക്കുന്നതിൻ്റെ തൊട്ട് പുറയിലോട്ട് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് 3/4 മണിക്കൂർ ഓട്ടമുണ്ട് പാതിരാമണലിൽ. നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമുക്കില്ല ആ 6 വഴിയാണ് പോകേണ്ടത്. ആയിരക്കണക്കിന് വള്ളങ്ങൾ കിടപ്പുണ്ട് കേട്ടോ ഈ വേമ്പനാട്ട് കായലിനകത്ത്. അങ്ങ് ദൂരെയൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അവിടെയൊക്കെ ഈ കക്ക വാരുന്ന തൊഴിലാളികളാണ്. കക്ക വാരുകാരുണ്ട്, വെള്ളവലിക്കാരുണ്ട്. ഈ ആറ് നേരെ കിഴക്കോട്ട് ആ മങ്ങിക്കാണുന്ന ആ പോർഷൻ വരെ നമുക്ക് പോകണം. അതായത് ഏകദേശം ഒരു 40 മിനിറ്റോളം നമുക്ക് ഇനിയും വെള്ളം മുന്നോട്ട് ഓടണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുനിന്ന് ചെല്ലത്തുള്ളൂ. ഇത് നമ്മുടെ മാർത്താണ്ഡം കായലാണ്. ഇത് കൊയ്ത്തെല്ലാം കഴിഞ്ഞപ്പം വെള്ളം കയറ്റി കേട്ടോ.
6 മാസം കാലം ഇതിനകത്ത് വെള്ളം കിടക്കും. അത് കഴിഞ്ഞ് നമ്മൾ സെപ്റ്റംബർ മാസം ഓടിക്കാൻ തുടങ്ങും. അതായത് ചിങ്ങം ഒരു 5 മുതൽ വെള്ളം പറ്റിക്കാൻ തുടങ്ങും. നമ്മുടെ മുന്നിൽ ഒരു വലിയൊരു ചവറ് കിടപ്പുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിന് നമ്മൾ വല വെക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ 24,000 ലക്ഷമാക്കി പോയതാണ്. ഒരു പിടിയില്ല, നോക്കണേ നോക്കാം. ഇവിടുന്ന് ഇത്രയും പൊട്ടിച്ചു വിട്ടാന്നോ അല്ലേ? നമ്മൾ 24,000 ലക്ഷം ഇട്ട് വന്നതാണ്. അപ്പം അങ്ങനെ ഓടി വന്നപ്പോൾ നമ്മുടെ ഈ മാർത്താണ്ഡയുടെയും സി ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് താറായത്. ഈ ആറ്റിലെന്ന് പറയാനായിട്ട് ഇപ്പം വേറെ ചവറൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കിഴക്കോട്ട് നോക്കിയാലും വലിയ ചവറൊന്നുമില്ല ഈ ആറ്റി, ഈ ചവരേ ഉള്ളൂ. അപ്പം ചിലപ്പം മാള കയറി നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്ര ഏരിയയിൽ ചവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഓടുന്ന മീനൊക്കെ ഒന്ന് തങ്ങി നിൽക്കാമെന്നൊന്ന് ഓർത്താൽ നിങ്ങൾക്ക് തങ്ങാനൊരു സ്ഥലം ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പം 24ലേക്ക് ഓടിയ ഓട്ടം നമ്മൾ ഇവിടെ വെച്ച് നിർത്തി ഈ ചവറങ്ങ് നോക്കാൻ പോകും. അപ്പോൾ നമ്മളെ ഇന്ന് ഉണ്ടേലും ഇല്ലെങ്കിലും നമ്മളിന്നിപ്പം ഇതിനാണ് വല വെക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇന്നലെ പോയിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇതിന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ഞങ്ങളുടെ അരി പ്രശ്നം നടക്കും എന്നുള്ള ഒരു കണക്കൂടിലാണ് ഞങ്ങളിത് വെക്കാൻ പോകുന്നത്. നമ്മൾ അവിടുന്ന് വല ഇറക്കി കേട്ടോ, ഇനി മതി ഇവിടെ കൊടുക്കാൻ പോകും. കല്ല് കമ്പ് ഇതെല്ലാം കിടപ്പുണ്ട്. ഈ പഴയ ടി വി ഒക്കെ ഇത് കണ്ടോ, കുട്ടി ഉടനെ ആറ്റിലേക്ക് എടുത്ത് തള്ളുക. ഞങ്ങൾ ഇന്നാൾ വല കുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ പിക്ചർ ട്യൂബിൻ്റെ അകത്ത് നമ്മുടെ കാല് പോയതാണ്, ഈ മേള് വഴി. എന്നിട്ട് നമ്മുടെ കാലിത് ഇവിടെ മുറിഞ്ഞതാണ്, സുനിബ്രോയുടെ ഇവിടെ മുറിഞ്ഞതാണ്, ഈ കാലുള്ളിൽ പോയിട്ട് ഈ പിക്ചർ ട്യൂബിൻ്റെ ആ അവസ്ഥ. ഇനിയിപ്പോൾ ഇതെടുത്ത് നമ്മൾ കരക്കൊട്ടങ്ങാനം വെക്കും. കരയ്ക്ക് വെച്ചാലും ഇത് അടുത്ത കൃഷിയാകുമ്പം ഈ പുല്ല് പിടിച്ച് കിടക്കുവാണെങ്കിൽ ഇത് പണ്ടേക്കടെ വരുന്നവരുടെ കാലയിലും കൊള്ളും. ആ അവസ്ഥയാണ്, എന്തെടുക്കാനാണ്. നമ്മുടെ ഈ കുത്തിയിരിക്കുന്ന വലക്കകത്ത് നമ്മളിപ്പം വല കുത്തി കറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ശരി പൊടിമീനും കുറുവയും തൂളിയാണെന്ന് തോന്നുന്നു. കുറുവയും തൂളി ഒന്നോറ്റ മുട്ടുന്നുണ്ട്. പിന്നെ പൊടിമീനാണെങ്കിൽ തിങ്ങി നിൽക്കുക. ഞാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കാണിച്ചു തരാം. കാരണം ഇതിനൊരു സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് മുക്കാൻ. കാരണം വീഡിയോ എടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ വിക്ഷൽ പറഞ്ഞിങ്ങനെ ബ്ലഡറാകുന്നുണ്ട്, ഇങ്ങനെ കിടന്നുണ്ട് മിന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ കൂടുതൽ മീൻ കാണുവാണെങ്കിൽ ഞാനിതൊന്ന് മുക്കി കാണിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം വല കുത്തിയിട്ട് പൊടിമീനാണെങ്കിൽ തിങ്ങി നിൽക്കുക. നമുക്ക് പറ്റുവരെ ആയിരുന്നെങ്കിൽ ഒരു 50 കിലോ മേളിൽ പൊടിമീൻ അല്ല അണ്ണാ, ഒരു 50 കിലോ മേളിൽ പൊടിമീൻ തന്നെ. പരല് വള്ളത്തി അറിഞ്ഞിൽ അങ്ങനെയുള്ള മീൻ മൊത്തം നമുക്ക് കിട്ടിയാണ്. ഒരു 50 കിലോളം പൊടിമീൻ. നമ്മൾ ഈ തെളിവ് തന്നെയാകുന്നുണ്ട്. ഈ കണ്ണി നല്ല ഊരിപ്പോകും. ഈ കണ്ണിലെന്ന് പറയുന്നത് നമ്മളെ പരലൊന്നും വീഴ്ത്തുന്നില്ല. ഇത് 40ൻ്റെ വലയാണ്, വീഴ്ത്തൊന്ന് ഊരിപ്പോകും. നമ്മൾ ഈ ഫിഷറീസിനെ പേടിച്ചാണ് നമുക്ക് ഈ പറ്റുവല ഇല്ലാത്തത് സത്യം പറഞ്ഞു. കാരണം അവർ വന്ന് ഈ വല എടുത്തുകൊണ്ട് പോകണമുണ്ട്. പറ്റുവല ആരെന്തെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇന്നലത്തെ പണി പൊളിഞ്ഞു പോയെങ്കിലും ഇന്ന് മേക്കപ്പ് ചെയ്യുമായിരുന്നു. അതിനും വേണ്ടി പൊടിമീന തിങ്ങി നിൽക്കുക. അപ്പം നമ്മൾ പരിപാടി തുടങ്ങും. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്, പ്രവാസികൾ. അപ്പം അവരെല്ലാവരും അവിടെ ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആണെന്നും പറഞ്ഞ് 1-2 പേര് എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നായിരുന്നു. ഞാൻ കണ്ടായിരുന്നു, ആ വീഡിയോ കണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ 2018 ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ അതേ ഒരു ഫീലായിരുന്നു. അപ്പം അവിടെയുള്ള നമ്മുടെ വീഡിയോ കാണുന്നതും അല്ലാതെ പ്രവാസ ജീവിതം അനുഭവിക്കുന്ന എല്ലാ പ്രവാസികളും
സേഫാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം സേഫാണെങ്കിൽ എല്ലാവരും നിങ്ങൾ നാട്ടിൽ എവിടെയാണെന്നും നിങ്ങളുടെ പേരെന്താണെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫാണെന്നുള്ള വിശ്വാസമാണ് നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നമ്മളെ പരിപാടി തുടങ്ങും കേട്ടോ. പരിപാടി ഇപ്പം തുടങ്ങി. അപ്പം എല്ലാ പ്രവാസികളുടെയും പറയുക, അപ്പം പാപ്പയുടെയും ടീമിൻ്റെയും പ്രാർത്ഥന കാണും എപ്പോഴും നിങ്ങളോടൊപ്പം. അപ്പം നമ്മൾ ഇതിപ്പം തുടങ്ങി, മൂപ്പനിറങ്ങി പരിപാടി തുടങ്ങി. ഞാനും ഇങ്ങോട്ട് ഇറങ്ങും. ഭയങ്കര ചൂട്, നമുക്കിവിടെ ഭയങ്കര ചൂട്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ വെള്ളത്തിൽ കിടന്നിട്ട് കണ്ട് ജസ്റ്റ് ഒന്ന് വള്ളത്തിലേക്ക് കയറിയാലും നമ്മൾ ഉടനെ തന്നെ വിയർത്ത് കുളിക്കും, അത്ര ചൂടാണ് ഇവിടെ. നമ്മളെ ഇപ്പം ഒരു പോർഷൻ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ വല അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് കൊടുത്ത്. അപ്പം നമ്മുടെ ഇതിൻ്റെ പേരെന്തുവാന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അറിയാവുന്നവർ. ഞാനിപ്പം പറഞ്ഞപ്പോൾ എല്ലാവരും ഇത് ചെമ്മീനാണെന്ന് വിചാരിച്ചവരുണ്ടായിരിക്കും. പക്ഷേ ഇത് ചെമ്മീനല്ല കേട്ടോ, ഇത് കൊഞ്ചും കുഞ്ഞാണ്. ഈ കൊഞ്ചും കുഞ്ഞിൻ്റെ ഈ 2 മീശ നീല മീശയായിരിക്കും, ബാക്കി ചുവപ്പ്. ഇത് കൊഞ്ചും കുഞ്ഞാണ്. അപ്പോൾ നമുക്ക് കൊഞ്ചും കുഞ്ഞും ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. കൊഞ്ചും കുഞ്ഞ് ഇഷ്ടം പോലെ മുട്ടുന്നുണ്ട് കേട്ടോ. അപ്പം കൊഞ്ചും കുഞ്ഞ് ആയി വരുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യാൽ ഈ കല്ലിൻ്റെ അകത്തൊക്കെ ഇഷ്ടം പോലെ കൊഞ്ചും കുഞ്ഞുണ്ട്. അപ്പം ഞാൻ ഒന്ന് രണ്ട് മുഴുത്ത കൊഞ്ചും കുഞ്ഞിനെ കണ്ടാൽ ഞാൻ അതിനെ പിടിച്ച് കാണിച്ചു തരാം. കൊഞ്ചും കുഞ്ഞെന്നേക്കാളും കാണുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഒരുമാതിരി മുഴുത്ത കൊഞ്ചും കുഞ്ഞിനെ കാണിച്ചാൽ മനസ്സിലാവും. ചിലവർ കൊഞ്ചും കുഞ്ഞിനെ കണ്ടാൽ ഈ ചെമ്മീനാന്ന് വിചാരിക്കും, കാരണം ചെമ്മീൻ്റെ അത്ര തന്നെ ഉള്ളു. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പം ഞാൻ ഒരുമാതിരി മുഴുത്ത വന്നാൽ ഞാൻ കാണിച്ചു തരാം, പിടിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം വള്ളം കുറച്ചും കൂടെ മുന്നോട്ട് കയറ്റി വരണം. അപ്പോൾ അങ്ങോട്ട് പോവുക. ഇത് നമ്മുടെ ഈ പാടത്തുള്ളതൊക്കെ കാട്ടിയടിയാണ് കേട്ടോ. നമ്മുടെ ഗോളാമ്പി പൂവിൻ്റെ അതേ മോഡലാണ്. നോക്കിയാൽ കണ്ടോ, നല്ല ഭംഗിയല്ലേ. ചവറ നമ്മൾ ഷട്ടർ തുറക്കുന്നതിനെക്കാട്ടും മുന്നേ നോക്കുമായിരുന്നെങ്കിൽ നമുക്കൊരു 10-15 രൂപ മീൻ കിട്ടിയാണ്. അതേ കണക്ക് കമ്പുണ്ടായിരുന്നു, താടി വലിയ മരം എല്ലാം വെട്ടിമറിച്ച് എല്ലാം കിടപ്പുണ്ട്. ഇതേ കണക്കത്തെ താടി ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം നമ്മളിത് ഇപ്പം അങ്ങോട്ട് വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളൊരു വാള ചാടി കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു വാള ഇപ്പം ചാടി. അപ്പം ഈ ഷട്ടർ തുറന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഷട്ടർ തുറന്നു കഴിഞ്ഞ് ഇല്ലെങ്കിൽ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ ചവറ് നോക്കാവുള്ളായിരുന്നു. കാരണം ഷട്ടർ തുറന്നതിൻ്റെ ആവേശത്തിന് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ണിക്കൊള്ളുന്നതാ. ഷട്ടർ തുറന്നതിൻ്റെ ആവേശത്തിന് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പായും. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലേ മീൻ പിന്നെ തങ്ങി തുടങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഷട്ടർ തുറക്കാനായിട്ട് മുന്നേ വരുന്ന 15 രൂപയുടെ മീൻ കിട്ടേണ്ട ചവറാകട്ടെ, അതിനുള്ള കമ്പ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പം ചാടിയ ഒരു 1.5 കിലോ ഉള്ളൊരു വാളയല്ലായിരുന്നു അണ്ണാ, 1.5 കിലോ ഉള്ളൊരു വാള ചാടിയായിരുന്നു. ഇതിങ്ങോട്ട് മാറ്റി വിടട്ടെ. ഇത് പിടിച്ച വന്നു അണ്ണാ. വാളേനെ ഇത് ചവിട്ടി കിട്ടി. തെറിക്കുവാണല്ലോ അണ്ണാ. ഇത് അല്ല കൊഞ്ചും കുഞ്ഞായത്. കൊഞ്ചും കുഞ്ഞ് ഇഷ്ടം പോലെ മുട്ടുക കേട്ടോ. ഇപ്പോൾ ഒരു തൂളി ചവിട്ടിപ്പോയി. അങ്ങോട്ട് വലയുടെ പുറത്ത് വരുവാ. അവിടെ നമ്മളൊരു കരിമീൻ പിടിച്ചിട്ടുണ്ട്. എന്താ കരിമീൻ, വലിയ കരിമീനെ. ആണോ? കൊഞ്ചും കുഞ്ഞായത്. നമ്മുടെ വല ഇപ്പം ഇത്രയും പുറത്താ വല.
ഇവിടെ കിടക്കുന്ന വല നമുക്ക് ഇനി കല്ലിനോട് ചേർത്ത് കുത്തണം. കല്ലുകളിപ്പം കൊഞ്ചും കുഞ്ഞ് ഇഷ്ടം പോലെ നീങ്ങി നിൽക്കുക. തീരെ പൊടി കൊഞ്ചും കുഞ്ഞ്. ഞാൻ പിടിച്ച് കാണിച്ച ടൈപ്പ് കൊഞ്ചും കുഞ്ഞ് അടങ്ങിയിരിക്കും. വെള്ളം കലക്കലായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് കാണിക്കാമായിരുന്നു. അപ്പോൾ ഈ വല ഇങ്ങോട്ടൊന്ന് ചേർത്ത് കുത്താൻ വേണ്ടി പോവുക. നമ്മൾ വലയുടെ അടിയിലൊരു വാള പോയിപ്പോൾ ചാത്തിയ കിട്ടിയാ വലയുടെ അടിയിൽ കൊഞ്ചും പൊടി ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. തൂളി എൻ്റെ വല ഒന്ന് കുഞ്ഞ് ഇവിടം വരെ പൊക്കാൻ തോന്നോ അണ്ണാ? ഇല്ല അവിടെ അടിയിൽ ഉടക്കണ്ണ വാളയാടി. ഇല്ല അവിടെ അടിയിൽ ഉടക്ക് കണ്ട കുട്ടണ്ണ അവിടൊക്കെ. ഇത് ഇവിടെ ഇവിടെ ഞാൻ കണ്ടു വാള. എന്താ 3-4 കൂളി വന്നതുപോലെ ആ കല്ലിന് വന്നിട്ട് പിടിച്ചോ? നമ്മളെ എന്തുമാത്രം മീനുണ്ട് ഈ വലക്കകത്തെന്ന് നമുക്കറിയാൻ മേല. പക്ഷേ നമ്മൾ ഷട്ടർ തുറക്കുന്നതിനെക്കാട്ട് മുന്നേ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു 2 ഇരട്ടിയുടെ മീൻ നമുക്ക് കണ്ടേനെ. നമ്മൾ ഫസ്റ്റ് മുറിക്കാൻ പോവാം. ആ ഉടക്ക് വിട്ടായിരുന്നു. ഇത് കൊഞ്ചുടക്കി കിടക്കാൻ ഒരു രക്ഷയില്ലേ. വെള്ളം പഴുത്ത് കിടക്കുക. വെള്ളം കോരി അങ്ങോട്ട് ഒഴിച്ചുള്ളൂ, പിന്നെ ഉടനെ തന്നെ പുറം പൊള്ളുക. നമ്മൾ പിടിച്ചങ്ങോട്ട് വലയുടെ മേളിലേക്ക് ഇട്ടേ ഉള്ളൂ. അത് വാളച്ചാത്തി ഇത് 2 തൂളി, ഇതല്ല 3 തൂളി. ഒരു കരിമീനും കൂടെ അവിടെ കണ്ടാണ്. ഇപ്പോഴേ അത് ഉണക്കമീനായി. നമ്മൾ വെള്ളം ശരീരത്തേക്ക് ഒരു 2 മിനിറ്റ് ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ ഉടനെ പിന്നെയും ചുട്ട് പഴുക്കുക. ആ അവസ്ഥയാണ്. അപ്പം വീട്ടിൽ ഇരിക്കുന്നവരെ സമ്മതിക്കണം അല്ലേ? വീട്ടിൽ ഈ സമയത്തൊക്കെ പെണ്ണുങ്ങളൊക്കെ തുണി വിലക്കും അതും ഇതുമെല്ലാം. ചാത്തിയായി അടിയ മൊത്തം വലിച്ചു വെച്ചാൽ പോവാണ്. മൊത്തം വലിച്ചു വെപ്പേ നടക്കത്തുള്ളൂ. അതൊക്കെ ഉണങ്ങി ഒരു പരുവോ. വാളയൊക്കെ ഇത് നമ്മുടെ വലയുടെ അടിയിൽ പോയ സാധനമാട്ടെ. ഇത് നോക്കി കരിമീൻ വെയിൽ കാരണം ചുരുണ്ട്. വെള്ളമുണ്ട് കുത്ത. നമ്മളെ ഇപ്പം പൂളയെല്ലാം തള്ളി. അപ്പം നമ്മുടെ വള്ളത്തിൽ ഒരു വാള ചാടി വീണായിരുന്നു. ചാടി വീണ വാള ഇതിന് ഒടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം പിടിച്ചിട്ട് ഉണങ്ങാനായിട്ട് വാള ഏതാ. ഇത് നമുക്ക് ഇപ്പം 2 ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് മുറിക്കാനായിട്ട് പോവുക.
എൻ്റെ പൊന്ന ചൂട് ഒരു രക്ഷയില്ലേ. അപ്പം നമ്മുടെ അടുത്തൊക്കെ ഏതെങ്കിലും കൂലിപ്പണിക്കാരൊക്കെ പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട്, നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് അതിപ്പോൾ കൂലിപ്പണിക്കാരെങ്കിലൊക്കെ ഈ വെയിലത്ത് ഇന്ന് ഭയങ്കര ചൂടാണ്, എന്താണെന്നറിയാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തണുത്ത വെള്ളം വല്ലതും വേണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവർക്കൊരു സന്തോഷമാണ്. കാരണം അത്ര ചൂടാണ്, സഹിക്കാൻ പറ്റത്തില്ല നമുക്ക്. ഞങ്ങൾ വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങോട്ട് കരക്കോട്ട് കയറിയിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അത്ര ചൂടാണ്. അപ്പം ഇനിയും അങ്ങോട്ട് ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ എന്ത് പണിയോ ആയിക്കോട്ടെ, കൂലിപ്പണിക്കാരെങ്കിലൊക്കെ പണി ചെയ്യുന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം വല്ലതും വേണോ ഒന്ന് ചോദിച്ചേക്കണം. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു സന്തോഷവും കാണും, കൊടുക്കുന്നവർക്ക് അതിൻ്റേതായ അനുഗ്രഹവും കാണും. എന്താ അപ്പം നോക്കട്ടെ, കൊടയട്ടെ. ഓ ചാത്തി മല മൊത്തം കുരിങ്ങൊക്കെ നിൽക്കുമെന്ന് തോന്നുന്നു അല്ലേ. ചാത്തിയാണല്ലോ ഊറി, മരമെല്ലാം ഊരിപ്പോയി. ഈ വല ഇങ്ങോട്ടൊന്ന് മാറ്റിക്കട്ടെ, ഈ ഉള്ളും വല എപ്പുറത്താ. ഏതാ അണ്ണാൻ ഇങ്ങോട്ട് തട്ടിയത് കാരണം ഇങ്ങ് പോകുന്ന ആൾ അപ്പുറം ഉള്ളില്ലാതെ കിടന്നാണ്. വലി എൻ്റെ പൊന്ന പിന്നെ വലി ഉണ്ടാ വേണോ കുടയോ? ഓ അങ്ങനെ കൂട്ടല്ല, അങ്ങനെ കൂട്ടിപ്പോയി ആ മൂലയിലെല്ലാം കൂടെ വന്ന് വെച്ച് മൊത്തം കുരുങ്ങി. പറലീര് ഉടക്കി അവര് വീശാൻ പോണവരാ. കരിമീൻ പള്ളത്തിൽ പാരല് ചെറിയ ചാത്തിയല്ലാണ്, ചെറിയ ചാത്തി. ഇത് ആ വലയുടെ മേളോട്ട് തന്നെ വീഴില്ല, ഇപ്പുറത്തോട്ട് വാങ്ങിച്ചു. ആ അഞ്ചാറ് ചാത്തി ഉണ്ടല്ലേ. ഇല്ല ആ കലോട് വലിയ ഇവനാണിപ്പം കൂട്ടത്തിൽ ശകലം മുഴുപ്പുള്ളത്. ചാടിക്കളഞ്ഞു. വെക്കുന്നത് കൂടെ വന്നു നമ്മുടെ ജാത്തീസ് വലിപ്പമില്ല. ഇവനൊക്കെ ഒരു 1.5 കിലോ ടൈപ്പ് ആയിരുന്നെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇത് നമ്മൾ ആദ്യം ഉണക്കാനിട്ട് അവൻ പിന്നെ ചുണ്ടൻ വെള്ളം പോലെ നിൽക്കട്ടെ. ഇന്ന് നമുക്ക് കിട്ടിയത് ചുണ്ടൻ വെള്ളം വാളയാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഉണ്ടോ, ചുണ്ടൻ വെള്ളം പോലെ നിൽക്കുക.
ഉണ്ടോ? അരുവുണ്ടോ? ചൂട് കാരണം ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. ശരിടാ. നമുക്ക് നേരെ മറിച്ച് ഇന്ന് പറ്റുപോലെ ആയിരുന്നെങ്കിൽ നമ്മുടെ അരിമേടിപ്പ് നടക്കുമായിരുന്നു ചേട്ടാ. ഇന്നിപ്പം എന്താ നമ്മുടെ തൂക്കുന്ന വലുതെന്നും പറയുമ്പോൾ നമുക്ക് ഒരു 2 എണ്ണം തൂക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് എല്ലാം ചെറുതാണ്. അപ്പോൾ 1 കിലോ മേളിലുള്ള നമുക്ക് 2 എണ്ണേ ഉള്ളൂ. അപ്പം പിന്നെ കരിമീൻ കാണുന്നില്ല. കരിമീൻ ഒരെണ്ണം വലുത് നമ്മൾ കൈക്ക് പിടിച്ച് പിന്നെ ഇതൊരെണ്ണേ കണ്ടുള്ളൂ. അപ്പം പിന്നെ കാണുന്നതെല്ലാം കൂടുതലാണ്. എന്നാലും നമ്മൾ ഇന്നലെ പോയി കഷ്ടപ്പെട്ടതിനെക്കാട്ടിയും ഫലമുണ്ട്. കാരണം ഇന്നലെ 350 രൂപയുടെ മീനായിട്ട്. ഇന്നിപ്പം ഇതെല്ലാം കൊണ്ടുപോയി എന്ത് കിട്ടുമോ അറിയാൻ പറ്റില്ല. എന്നാലും തൂളിയൊക്കെ വലിയ തൂളിയാണ്. ഓരോ 2 മിനിറ്റിലും ഇങ്ങനെ വെള്ളം കോരിപ്പോലും ഒഴിച്ചിരുന്നില്ലേ ഭ്രാന്ത് പിടിക്കുമെന്നുള്ള സ്റ്റേജിലുള്ള ചൂടാണ് ഇപ്പം. ധാരാമ അവിടെ കാണണം. അത് പിന്നെ ഉരുണ്ട് വെള്ളത്തിൽ വീഴുമെന്ന് തോന്നുന്നു. ശരി, അടുത്താണ്. വാളച്ചാത്തി നമ്മളെ നമുക്ക് അരി മേടിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ നമ്മൾ ഇത്രയുള്ളതൊക്കെ ഒരുമാതിരിപ്പെട്ടാൽ നമുക്ക് മീൻ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കളയും. ഇതുമ്പോൾ നമുക്ക് നമ്മളെ പെട്രോൾ കാശും ചിലവ് കാശും ഉള്ള മീനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് എടുക്കുന്നില്ല. ഇത് നമ്മൾ കളഞ്ഞുതരാം കേട്ടോ. അപ്പം ഈ ചെറിയ വാളയാണ് എടുക്കുന്നതല്ലോ എന്നും പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കരുതായിരുന്നു. അതാ സാഹചര്യം കൊണ്ട് ഇത് എടുക്കുന്നത്. ലാടിപ്പം കൂടുതൽ പൂളാൻ ഇത് മണ്ണെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മീനാണ് പൂള. ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ട്. ഉടക്കോലക്കാരൊക്കെ കിട്ടും. നമുക്കൊക്കെ റെയറായിട്ടാണ് കിട്ടുന്നത്. എന്നാലും കരയ്ക്കുന്നുണ്ടല്ലേ വെച്ച എന്നാൽ കരയ്ക്കുന്നുണ്ട് വെക്കാൻ നേരത്ത് എന്തൊക്കെയാലും അത്ര മേളിൽ പോകത്തില്ല. ഇത് ഈ ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ കാണത്തുള്ളൂ. അരുവ ഞങ്ങൾ ഇവിടെ കണ്ടും കൊത്തി വെച്ച് നമ്മുടെ അരുവ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇല്ല. ഇപ്പം അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കാണാം. ആ പുഴയുടെ പുറത്തോട്ട് ഊരി ഒഴിക്കുക. ഇപ്പം പൊടിമീൻ പോയാലും രണ്ടാമത് ചെറുക്കല. അപ്പം ഞാൻ ഊരി അവിടെ പരലുണ്ട്. പരല് നമ്മുടെ ഇതേ കണക്ക് പൂവാലം പറഞ്ഞ് നമുക്ക് 50 രൂപയോളം കിട്ടണ്ടേ. അതേ കണക്ക് പൂവാലം പറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഈ തെളിവല ആയതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ 2 കലവും പോരാതെ വന്നേനെ ഈ പരൽ കാരണം. അതേ കണക്ക് പരലേക്കുമായിരുന്നു. കിട്ടിയ അങ്ങനെ ഒരു
കരിമീൻ വെള്ളത്തിൽ അരുവ നോക്കി അളക്കുക കരിമീൻ വെള്ളത്തിൽ പുള്ളി മാത്രമേ ഉള്ളൂ വെള്ളം കുഞ്ഞു സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പോലും നാക്ക് തോന്നുന്നില്ല അതേ കാലത്ത് ചൂട എൻ്റെ അമ്മ അടുത്ത് നമുക്ക് അരക്കല മീനായിരിക്കും മീനായി തൂളിയാണ് തൂളി ചാത്തിയൊക്കെ കുറവ് അപ്പം ഇല്ല അപ്പുറം അപ്പുണ്ട് നോറ്റും തൂളി അപ്പം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ഇന്ന് കുടിവെള്ളം മേടിക്കാനും മറന്നു അത് കാരണം തുള്ളി വെള്ളവും ഇല്ല വള്ളത്തെ. ഇനി വലയൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ആറിൻ്റെ നടുക്കോട്ട് മാറിയ ചവിടുന്നെങ്ങാനും ശകലം വെള്ളം കൂരി കുടിക്കണം അതേ മാർഗമുള്ളൂ. കായലാണെങ്കിൽ കലിതുള്ളി അങ്ങ് നിൽക്കുക നമ്മൾ അത് ശക്തിയായില്ല വള്ളമൊക്കെ എടുത്തിട്ട് അടിച്ചതാണ്.